നമസ്കാരം. എൻ്റെ പേര് മണിക്കുട്ടൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര പഞ്ചായത്തിൽ ചെറിയകൊണ്ണി എന്നുള്ള ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഡ്രൈവിങ്ങിനോടും യാത്രയോടുമുള്ള എൻ്റെ അതിയായ ആഗ്രഹവും ക്രൈസും കാരണം ഞാൻ ഈയിടെയായി അടുത്ത ദിവസങ്ങളിൽ ഒരു യാത്ര തുടങ്ങി അവസാനിപ്പിക്കാൻ കാരണമുണ്ടായി. USA ഇതിനു മുന്നേ ലോങ്ങസ്റ്റ് ജേണി ബൈ കാർ ഇൻ എ സിംഗിൾ കൺട്രി എന്ന ടൈറ്റിലിൽ 121 ദിവസം കൊണ്ട് 58,135 കിലോമീറ്റർ ഓടി 2 പേര് ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ എൻ്റെ ടാർഗറ്റ് ആയിരുന്നത് 90 ദിവസം കൊണ്ട് 65,000 കിലോമീറ്റർ ആയിരുന്നു. അതിന് കഴിഞ്ഞ ഈ വർഷത്തിലെ ആഗസ്റ്റ് മാസം 13-ാം തീയതി എൻ്റെ ജന്മസ്ഥലമായ ചെറിയകൊണ്ണിൽ നിന്ന് ഞാൻ യാത്ര തിരിച്ചു. അത് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതിലുപരി കുറച്ച് കൂടുതൽ, അതായത് 93 ദിവസം ഡ്രൈവ് ചെയ്തിട്ട് 69,207 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞാൻ വിജയകരമായി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് അതിൽ കൂടുതൽ 10,000 കൂടുതൽ കിലോമീറ്റർ വീണ്ടും ഓടി തിരിച്ച് ഞാൻ അവിടെ വന്ന് ആ വിജയം ആഘോഷിച്ച് ആയിരിക്കുന്നു. ഞാൻ യാത്ര പുറപ്പെട്ടത് ചെറിയകൊണ്ണിയിൽ നിന്നാണ്. അതിന് ശേഷം ഞാൻ നേരെ ഒരു ദിവസം കുറച്ച് തമിഴ്നാട് വഴി പാസ് ചെയ്ത് പോയിട്ട് ആദ്യത്തെ ദിവസം പിന്നെ ഞാൻ നേരെ കർണാടകയിലും കേരളത്തിൽ തിരിച്ചു വന്ന്. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ റോഡ് വഴിയുള്ള ട്രിപ്പിന് ഡ്രൈവിങ്ങിന് അവരുദ്ദേശിക്കുന്നത് റിപ്പീറ്റ് പാടില്ല എന്നുള്ളതൊരു മെയിൻ കാരണം. രണ്ടാമത് നമ്മൾ ഉപയോഗിച്ച റോഡ് പിന്നെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഞാൻ റിപ്പീറ്റ് ഇല്ലാതിരിക്കാനും ക്രോസിംഗ് ഉണ്ടാകാതിരിക്കാനും വളരെ ശ്രദ്ധിച്ച് റൂട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത്. അത് ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് ഈ എൻ്റെ ചെറിയകൊണ്ണിയിൽ നിന്ന് തുടങ്ങി നെടുമങ്ങാട് വഴി പിന്നെ തെങ്കാശി പോയി. തെങ്കാശിയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിൽ നിന്ന് നേരെ മൈസൂരെത്തി. മൈസൂരിൽ നിന്ന് വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വന്നു. അങ്ങനെ റിപ്പീറ്റ് ഇല്ലാതെ വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നിട്ട് വീണ്ടും തിരിച്ച് ഞാൻ നേരെ ഉടുപ്പിക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങൾ എൻ്റെ യാത്രയിലുണ്ടായി. നിരവധി അനുഭവങ്ങളും ഇതിൽ എനിക്ക് പറയാനുണ്ട്. റോഡിലുള്ളതും അല്ലാതെ മനുഷ്യരിൽ നിന്നുള്ള ഇടപെടലുകളും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാരാജ്യമായ ഇന്ത്യ എനിക്ക് മനസ്സിലാക്കുവാൻ ഈ യാത്രയിൽ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു. ഇന്ത്യ എന്ന രാജ്യം വളരെ വിശാലമായി കിടക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളും ജനങ്ങളുടെ ഇടയിലില്ല എന്ന് ശക്തമായി പറയാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ കഴിയും. മതമോ ജാതിയോ വർഗമോ നിറമോ ഒന്നും നോക്കാതെ എന്നെ ഒരുപോലെ വീഥികളിൽ സ്വീകരിക്കുകയും ആദരിക്കുകയും ഭക്ഷണം വാങ്ങിത്തരാനും ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കുന്നവർ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നെന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നവർ, അവരാരും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവരാരും എന്നോട് നിങ്ങളുടെ മതം ഏതാ അല്ലെങ്കിൽ ജാതി ഏതാ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ വളരെ നല്ല അനുഭവമാണ് ജനങ്ങളിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് പോലീസൊക്കെ ഞാൻ വളരെ ഭയപ്പാടോടെ പോയതാണ്. ഇവിടെ നിന്ന് പോലീസുകാർ ഭയങ്കര ചെക്കിംഗ് ആണ്. അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൽ നിന്നും പോലീസിൽ നിന്ന് വ്യക്തമായ ഒരു എതിരും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു പോലീസ് പോലും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് പോലും എൻ്റെ ലൈസൻസ് ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ എൻ്റെ RC ബുക്ക് ഒന്ന് കാണിയില്ലെന്ന് എൻ്റെ വാഹനം കണ്ട് എന്നെയും കണ്ട് സംസാരിച്ച ശേഷം ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല അനുഭവമാണ് ഇന്ത്യയിലുടനീളം എനിക്കുണ്ടായിട്ടുള്ളത്. പോലീസുകാർ എന്നെ വിളിച്ചിട്ട് സെൽഫി എടുക്കാനും വണ്ടിയുടെ കൂടെ, അതായത് എൻ്റെ ലക്ഷ്യം കണ്ടിട്ടാണ് സെൽഫി എടുക്കാനും ചായ വാങ്ങിത്തരാനും, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കാറ് വാഷ് ചെയ്ത് തരണോ അല്ലെങ്കിൽ ഇവിടെ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരും ഞാൻ ഇടപെടുവാനിടയായി. അതൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്തോഷമുള്ള അനുഭവമായി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതിൻ്റെ മനസ്സിലെ വികാരങ്ങൾ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അത് വളരെ സന്തോഷമുള്ളവരാണ്. പിന്നുള്ളത്, ഈ രീതിയിൽ ഒരു അറ്റംപ്റ്റ് ഇന്ത്യൻ റോഡുകളിൽ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് മറ്റൊരാൾക്കുണ്ടാകുവാനോ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്ത് കാണിക്കാനോ കഴിയത്തില്ല. പിന്നെ റോഡുകളുടെ അവസ്ഥ വളരെ നല്ല റോഡുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ കേരളത്തിലുള്ളതുപോലെ ജനസാന്ദ്രത കൂടിയ UP,
ബീഹാർ അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ റോഡ് നല്ലതാണെങ്കിലും നന്നായി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് പൊസിഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എൻ്റെ വാഹനം അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ വിവരങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ മണ്ണ് പിടിച്ച് കിടന്ന ചെളിയായി കിടന്ന ഒരു സ്ഥലത്ത് വഴി തെറ്റിപ്പോയതല്ല, അതുവഴി കടന്നു പോകാം എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പാസ് ചെയ്ത് പോയി. പക്ഷേ വണ്ടി സ്റ്റക്കായിരുന്നു. പക്ഷേ നാട്ടുകാരുടെയൊക്കെ ഇടപെടൽ, ഫോൺ ചെയ്ത് ആളെ വരുത്തി എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു വിടുന്ന അനുഭവം ഉണ്ടായി. പിന്നെ ഞാൻ പ്രത്യേകിച്ച് കുടുങ്ങിപ്പോയത് രാജസ്ഥാനിലെ മരുഭൂമിയിലാണ്. മണലിൽ പ്രശ്നം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറ്റി. എനിക്ക് മണലിൽ എക്സ്പീരിയൻസ് ഇല്ല. അത് അബദ്ധമായി പോയി. അത് മണ്ണിൽ വണ്ടി സ്റ്റക്കായി. പക്ഷേ ദൈവ സഹായത്താൽ ചിലരവിടെ പെട്ടെന്ന് വന്നു. അവരെന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചു. അവിടെ നിന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, അവർ എന്നെ അറിയത്തില്ല, ഒരാൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ളൊരു സ്നേഹമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അവരും എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, വെള്ളം വേണോ, ഭക്ഷണം എങ്ങനെ കഴിക്കും, എങ്ങനെ ഉറങ്ങുക, ക്ഷീണമുണ്ടോ, ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണമെന്ന് പറഞ്ഞ് നമ്പർ തന്ന ഒരുപാട് പബ്ലിക്കിനെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഞാൻ അപൂർവം ഒരാളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീർ പോയി. അവിടെ കർത്തുങ്കുല പാസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ വാഹനം ഓടിക്കാവുന്ന റോഡ്, അവിടെ ഞാൻ എത്തി. താഴത്തെ ഭാഗത്തൊന്നും മഞ്ഞിൻ്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ അവർ ചോദിച്ചു, ഇതിൻ്റെ അടുത്ത് സ്നോ ചെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ല, ശ്രദ്ധിച്ചു പോകണം. ഹിന്ദിയിൽ അവർ ആരാംസെ ജാവോ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. പക്ഷേ ഞാൻ ഞങ്ങൾക്ക് കർത്തുങ്കുല പാസ് എത്താൻ 2 കിലോമീറ്ററുള്ള സമയത്ത് ശക്തമായ മഞ്ഞ് വീഴ്ചയുണ്ടായി. എൻ്റെ വാഹനം ഐസിൽ സ്റ്റക്കായി, നീങ്ങി പോകുവാനിട കഴിയാതെ വണ്ണം അവിടെ സ്റ്റക്കായി. ആ സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു മേജറെ വിളിക്കാനിടയായി ശ്രീനഗറിൽ. പുള്ളിയോട് സപ്പോർട്ടാണ് ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ കുടുങ്ങിപ്പോയി, മിലിറ്ററി സംബന്ധമായിട്ടുള്ളൊരു സപ്പോർട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. പുള്ളി അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽസിനെയൊക്കെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞു, ലേറ്റായെങ്കിൽ പോലും 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് മിലിറ്ററി ടീം അവിടെ എത്തി എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ സഹായം എനിക്ക് ഓറലായിട്ട് ഒരു സപ്പോർട്ടാണ്. അവർ പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ മാനുഷ്യമായിട്ട് നമുക്കൊരു ആരോ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കും. അത് വളരെ അനുകൂലമായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടു, അവർ തന്നു എന്നുള്ളതല്ല, അവരുടെ മനസ്സിലതുണ്ടല്ലോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ പോലീസ് ഓഫീസർ പോലും രാത്രി ഗുജറാത്തിൽ നിന്ന് എന്നെ ഭവനത്തിലേക്ക് രാത്രി പുള്ളി എൻ്റെ വാഹനം ഞാൻ പോലീസ് വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നു. രാത്രി 11:30 മണിയായി. അപ്പോൾ വണ്ടി കണ്ടിട്ട് ഈ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം അവർ വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്തുകൊണ്ട് നിർത്തി. ഞാൻ വിചാരിച്ച് എന്നെ അവർ പിടിക്കുന്നതാണ്, ചെക്കിങ്ങിന് പിടിക്കുന്നതാണെന്ന്. വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ഗ്ലാസ് താത്തപ്പോൾ എൻ്റെ കൈ ചേർത്ത് പിടിച്ചിങ്ങനെ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ കുറച്ച് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ട് എന്നോട് സംസാരിച്ച് ഇറക്കി നിർത്തി സെൽഫി എടുത്ത് പിരിഞ്ഞു പോയിട്ട് വീണ്ടും പുള്ളി തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീട് തൊട്ടടുത്താണ്, ഒന്ന് കഴിച്ചിട്ട് പോവാമോ എന്ന് നന്നൊന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ടൈമിൻ്റെയും പിന്നെ ഞാൻ അങ്ങനെ കടന്നു പോയില്ല. പക്ഷേ അവരുടെ ആ സ്വീകരണം എൻ്റെ മനസ്സിന് ഇന്നും, അതായത് 3 മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ അണയാതെ അങ്ങനെ അവരിൽ നിന്നുണ്ടായത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധി നമ്മൾ വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നൊക്കെ സ്നേഹം എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ ഞങ്ങൾ സഹായ മനസ്സോടെ സ്നേഹ മനസ്സോടെ വളരെ നന്നായിട്ട് ഇതിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇടപെടുന്ന ആൾക്കാരെ എനിക്ക് പരിചയപ്പെട്ടു. പലരും നമ്പർ തന്നു, വിളിച്ചു. ചിലർ ഒരുപാട് പേര് തിരിച്ച് വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്, എത്തിയോ, സേഫായിരിക്കുന്നോ, ക്ഷീണമുണ്ടോ, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു, ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകണമായിരുന്നു എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്, മറ്റൊരാളിൽ നിന്ന് പഠിക്കാനില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ച് ചെയ്ത കാര്യമായതുകൊണ്ടും ഇനി ചെയ്യാനൊരു അവസരം ഇതിന് മെനക്കെടാത്തത് കൊണ്ടും അതിൽ ചില കുറവുകളോടെ ഞാൻ ഈ സാഹചര്യങ്ങളിൽ അവരോടുള്ള എൻ്റെ ഇടപാടുകളും അല്ലെങ്കിൽ എൻ്റെ സംസാരം പലപ്പോഴും സമയക്കുറവ് കാരണം ഒരു ദിവസം
736 കിലോമീറ്റർ ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓടുക. അപ്പോൾ രാവിലെ എണീക്കും, ഉറങ്ങുന്നതൊക്കെ കൂടുതൽ സമയം കാറിൽ തന്നെയാണ്. അതിന് വേണ്ടുള്ള ബെഡ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിന്നസിന് കൊടുക്കേണ്ട റെക്കോർഡ്സ്, അതായത് അവർക്ക് വേണ്ട പ്രൂഫുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഫോട്ടോ എവിഡൻസ്, വീഡിയോ എവിഡൻസ്, ഒപ്പം ഗസറ്റഡ് റാങ്കിൽപ്പെട്ട ആരെങ്കിലും പെർ ഡേ ഒരു ദിവസം ഒരാളെങ്കിലും വിറ്റ്നസ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള അലച്ചിലിൻ്റെ ഒറ്റയ്ക്കാണ്. അമേരിക്കയിൽ ഈ റെക്കോർഡ് ചെയ്തത് 2 ആൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യണതിൽ കുറച്ച് ടഫാണ്. പക്ഷേ ഞാനത് പലരും പറഞ്ഞിട്ടും ഒരാളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടും എനിക്കതിൽ വലിയ സന്തോഷം തോന്നാത്ത കാരണവും എനിക്ക് വിശ്വസിച്ച് കൂട്ടാൻ ഒരാളില്ലാത്തത് കൊണ്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാനും ധൈര്യത്തോടെ ഞാൻ പുറപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് ഞാൻ സ്വന്തമായി ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ തന്നെ അത് അനുഭവിക്കണം, ഞാൻ തന്നെ അത് മാനേജ് ചെയ്യുകയും ചെയ്തു. പലവട്ടം ചിലപ്പോൾ ഞാൻ കൂടുതലും ആശ്രയിച്ചത് സ്കൂളുകളെയാണ്. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ വർക്കിംഗ് ടൈമിൽ സ്കൂളുകളിൽ ചെല്ലുന്നു. അവിടുത്തെ പ്രിൻസിപ്പാളിനോടോ അല്ലെങ്കിൽ ഡയറക്ടറോടോ മാനേജറോടോ സംസാരിക്കും. 90% അവർ എന്നോട് സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം 1-2 പോലീസ് ഓഫീസേഴ്സിനെ കാണാനൊക്കെ പോയിരുന്നു. അവർക്ക് അങ്ങോട്ട് ഞാൻ എന്തിനു ചെയ്യണം, വേറെ എന്താ ഉദ്ദേശമുണ്ടോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായ കാരണം ഞാൻ നേരെ ഈ സ്കൂളുകളാണ് ഫോക്കസ് ചെയ്തത്. വളരെ സന്തോഷത്തോടെ 99% സ്കൂളുകളിൽ നിന്ന് എനിക്ക് ആ വിറ്റ്നസ് എഴുതി തരുവാനും, ഒപ്പം അവർ സ്കൂളിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കർണാടകയിലൊക്കെ 1-2 സ്കൂളിൽ നിന്ന് അവരെനിക്ക് തന്നു. ഞാൻ കുട്ടികളുടെ കൂടെയും ഒക്കെ ഇരുന്ന് കഴിച്ചു. പല സ്കൂളുകളിലും കുട്ടികളെ വിളിച്ച് എൻ്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാനും, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അവരെ പഠിപ്പിക്കാനും, അവരിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങളെ അവരോട് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായി ഞാൻ സൂക്ഷിക്കുന്നു. വളരെ സന്തോഷത്തോടെ ആ വിഷയങ്ങളിൽ ഞാനായിരിക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ രാജ്യം വളരെ സുന്ദരമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ ഇന്ത്യൻ എന്ന് പറയുന്നതിൽ എനിക്ക് ഇപ്പോൾ ഞാൻ 35 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അമേരിക്കയും ചൈനയും ഓസ്ട്രേലിയയും യൂറോപ്പ് ഉൾപ്പെടെ. പക്ഷെ അതിലൊക്കെ ഞാൻ സുരക്ഷിതമായതും സന്തോഷമെന്ന് പറയാനും അതുകൊണ്ട് കമ്പയർ ചെയ്ത് പറയാൻ എനിക്ക് കഴിയും. ഇന്ത്യ ഗ്രേറ്റ് ആണ്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതായത് ഞാൻ കേട്ടറിഞ്ഞതല്ല ഇന്ത്യ, ഞാൻ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതുമല്ല എന്ന് സ്വന്തം അനുഭവത്തിൽ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതായത് ഞാൻ അമേരിക്കയിൽ എനിക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ലണ്ടനിൽ എനിക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, ഫ്രാൻസിൽ എനിക്ക് ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് പോക്കറ്റടിയോ പിടിച്ചു പറയുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കലുകളൊക്കെ. പക്ഷേ 99 ദിവസം ഞാൻ വീതികളിൽ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലോ മറ്റേ ടോൾ പ്ലാസകളിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ആരും എന്നെ ഉപദ്രവിച്ചില്ല. സത്യം പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളും ഭീതിയോടെയാണ് ഞാൻ പോയിട്ടുള്ളത്. UP, ഒറീസ അല്ല, ബീഹാർ, ഛത്തീസ്ഗഡൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ബീഹാറിൽ ഞാൻ ഒരു ദിവസം നിൽക്കുമ്പോൾ തന്നെ പോലീസുകാർ തന്നെ വന്ന് പറഞ്ഞു, നീ ഈ ഹൈവേയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, ഡേഞ്ചറാണ്, ഇറ്റ്സ് നോട്ട് എ കേരള എന്ന് പറഞ്ഞിട്ട് എന്നെ അഡ്വൈസ് ചെയ്ത് എന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതായത് അവിടെ ഡേഞ്ചർ പ്ലേസസ് ആണ്. പക്ഷേ ദൈവസഹായത്താൽ ഞാൻ ഒരു അപകടത്തിലും അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഘട്ടങ്ങൾ എനിക്ക് ഫേസ് ചെയ്യാൻ ഒരു കാരണവും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ പറയുന്നു, ഇന്ത്യ ഗ്രേറ്റ് ആണെന്നും സുരക്ഷിതമാണെന്നും ഞാൻ അനുഭവിച്ച് പറയുന്നു. വീതികളിൽ ഞാൻ പെട്രോൾ പമ്പുകൾ അറിയാമെന്നുള്ളത് അറിയാത്തത് ആളുള്ളിടത്ത് ഇല്ലാത്തടത്തും ഒക്കെ എൻ്റെ വാഹനത്തിനുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങി. ആരും വന്ന് നോക്ക് ചെയ്തില്ല, ഒരാൾ പോലും ഒരിടത്തും. അപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങി, സന്തോഷത്തോടെ ഉണർന്ന് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഇന്ത്യ എന്ന രാജ്യത്തിൽ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ടും എൻ്റെ അനുഭവങ്ങൾക്ക് അതീതമായിട്ടും സന്തോഷകരമായ ഒരു അനുഭവമായി എൻ്റെ ഹൃദയത്തിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഇന്ത്യ ഗ്രേറ്റാണ്, സന്തോഷമുള്ളതാണ്, സുരക്ഷിതമാണ്. പക്ഷേ വർഗീയതകളോ രാഷ്ട്രീയ ചിന്തകളോ മതചിന്തകളോ ഒക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷേ എന്നെ കണ്ടവർ ആരും ഞാൻ 69,000 കിലോമീറ്റർ യാത്ര ചെയ്തതിൽ എന്നെ കണ്ടവരാരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നോടാരും ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. എനിക്ക് ചായ വാങ്ങി തന്നവർ, എന്നെ ക്ഷണിച്ചവർ, അല്ലെങ്കിൽ എന്നിൽ നിന്നും നമ്പർ വാങ്ങിയവരോ എന്നെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തവരാരും അത് ചോദിച്ചിട്ടോ അങ്ങനെ ഒരു ചിന്തയിലോ അല്ല ചെയ്തതെന്ന് ശക്തമായി ഞാൻ ഈ അവസരത്തിൽ ഈ മീഡിയയിലൂടെ ഞാൻ അറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രൗഡ് ഓഫ്
BA ഇന്ത്യൻ എന്ന് ഞാൻ സന്തോഷത്തോടെ പറയുന്നു. ഒരവസരത്തിലും ഈ നാഷണാലിറ്റിയോ ഈ ദേശസ്നേഹമോ വിട്ടുപോകുവാനോ മാറി നിൽക്കുവാനോ ഞാൻ ഒരിക്കലും എനിക്കറിയാവുന്നവരെയോ ഞാനോ ചെയ്യില്ല എന്ന് ഞാൻ തീർത്ത് സമ്മതിച്ചു പറയുന്നു. ഇത് ആണ് ഷോർട്ടായിട്ടുള്ള എൻ്റെ അനുഭവമാണ്. ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സ്റ്റെപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നാട്ടുകാരുടെ പ്രതികരണം അത് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയിച്ച ഒരു സംഭവമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാൻ ഗുജറാത്തിൽ ഒരു വിറ്റ്നസ്സിന് വേണ്ടി ഒരു സ്കൂളിൽ പോയി. സെൻറ്റ് ജോസഫ് സ്കൂളാണ്, ഒരു ക്രിസ്ത്യൻ പേരുള്ള സ്കൂളായിരുന്നു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ പ്രിൻസിപ്പളിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ സാറ് സ്ഥലത്തില്ല, അല്ല സീറ്റിലില്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഓട്ടത്തിൻ്റെ വെപ്രാളം കാരണം ഞാൻ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു പയ്യൻ വന്ന് പിയൂണാണെന്ന് തോന്നുന്നു. ചോദിച്ചു സാർ എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് പ്രിൻസിപ്പളിനെ കാണും. എന്താവശ്യം? എൻ്റെ ഒരു പാംപ്ലെറ്റ്സ് ഉണ്ട്, ഞാനത് പുള്ളിക്ക് കൊടുത്തു. നേരെ കൊണ്ടുവന്ന് ഓഫീസിൽ കൊടുത്തു. അകത്തായിരുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ. അത് വായിച്ച ഉടനെ പുള്ളി എന്നെ അങ്ങോട്ട് ക്ഷണിച്ച് ഞാൻ ഓടിച്ചെന്ന് കണ്ട് സംസാരിച്ച്. സത്യം പറഞ്ഞാൽ പുള്ളി ഒരു 3 തലമുറയേറ്റ മുന്നേ വയനാട് നിന്ന് അവിടെ സെറ്റിലായതാണ്. സ്കൂൾ പുള്ളിയുടേതായിരുന്നു. പുള്ളി അതിൻ്റെ അത്ഭുതമായ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടു, വിറ്റ്നസ് എഴുതി തന്നു. സന്തോഷത്തോടെ ഏറ്റവും നല്ല സ്വീകരണം തന്നതും അവർ തന്നെയാണ്. സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ചു, നന്നായിട്ട് സ്വീകരിച്ചു. നല്ല അനുഭവം തന്ന് എന്നെ അവിടെ നിന്ന് തിരിച്ചു വിട്ടു. പക്ഷേ അതിൻ്റെ അടുത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പുള്ളി അവിടെ നിന്ന് വണ്ടി ഓടിച്ച്, ഗുജറാത്തിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് ആ എൻഡിങ് സെറിമണിക്ക് ഇവിടെ വന്ന് ട്രിവാൻഡ്രത്ത് എൻ്റെ ഗ്രാമത്തിൽ വന്ന് അത് അറ്റൻഡ് ചെയ്തു. എനിക്ക് പുള്ളിയെ ഹാർദവമായി സ്വീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ബ്രദറിനെ പറ്റിയും വീട്ടിൽ വെച്ചിട്ടൊക്കെ അവർ പറ്റുന്നത് ചെയ്തു. ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു. ഒപ്പം അത് ആണ് എൻ്റെ എൻഡിങ് സെറിമണിയിലെ ഏറ്റവും വലിയ ഒരു അനുഭവം. പുള്ളി ഗുജറാത്തിലെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. പുള്ളി ഇവിടെ വന്ന് അത് കഴിഞ്ഞ് പുള്ളി അപ്പോൾ തന്നെ തിരിച്ച് പോയി. പക്ഷേ അതാണ് ഏറ്റവും എൻഡിങ് സെറിമണിയിലെ ഇത്. ബാക്കി നമ്മളെ സ്റ്റീവൻ MLA സാറ്, പിന്നെ പഞ്ചായത്തിലെ അംഗങ്ങൾ, സകല നാട്ടുകാരും സകലരും അവിടെ വന്നു. അവർ എന്നെക്കുറിച്ച് അന്വേഷിച്ച് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവർ, അതായത് എൻ്റെ വിജയം അപ്പം നാട്ടിൻ്റെ വിജയമായി എന്നെ ഏറ്റെടുത്ത ഒരു ഗ്രന്ഥശാലയുണ്ട്, അവരുടെ വിജയമായിട്ട് അവരങ്ങ് തീർത്തെടുത്തു. അങ്ങനെ ആ രീതിയിലായിരുന്നു നമ്മുടെ നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ ഒരു വിജയം എന്ന് അവർ ഏറ്റെടുത്ത്. അത് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. നാടുമായിട്ട് 10-20 വർഷമായിട്ട് ഞാൻ ഗൾഫിലേക്കായ കാരണം എല്ലാവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ ആൾക്കാരുള്ള ഒരു ഫീലാണ്. എന്നെ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്നെ അറിയുന്ന, അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തുന്ന ആൾക്കാർ ഇവിടെയും ഉണ്ട് എന്ന് കുറച്ചുകൂടെ ബോധ്യമായി. വളരെ സന്തോഷമായിരിക്കും.